ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബയോളജിക്കലി സിസ്റ്റർ അല്ലാത്തതുകൊണ്ട് കൊന്നാലും കുഴപ്പമില്ലെന്ന് ധരിച്ചിട്ടാണോ? നിങ്ങൾ ഞങ്ങളൊന്ന് വെറുതെ വിടാവോ? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. ആ മതി മതി, പിടിച്ചകത്ത് കയറ്റ്. അങ്ങനെ അവരെ കോടതിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം. ആരെ അറിയിക്കാതെ പ്രിയങ്കയുടെ ശവശരീരം മറവ് ചെയ്യാൻ നമ്മൾ എല്ലാവരും കൂടിയാ തീരുമാനിച്ചത്. പക്ഷെ അതിന്റെ പാപഭാരം മുഴുവൻ അവര് രണ്ടുപേരും കൂടെ ചുമക്കുന്നത്. എന്നെ കൊണ്ടിതൊന്നും താങ്ങാനാവുന്നില്ല. എല്ലാം ചെറിയച്ച് ശരിയാക്കി തരാം. ധൈര്യമായിട്ടിരിക്കെ. ആരാ? ഞങ്ങള് ദേവനാരായണൻ തിരുമാനിയുടെ അടുത്ത് വന്നതാ. അവിടെ ആരും കാണുന്നില്ല. ജയേട്ടാ, ഒന്നിങ്ങ വന്നേ. എന്താ? ഇവര് ആറ്റുവശ്ശേരിയിലേക്ക് വന്നതാ. തിരുമേനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയില്ലേ ഇതുവരെ? അവരെല്ലാം അവിടെയാണോ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങള് വഞ്ചൂർ ഒരു മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ട്. ഗായിക ശ്യാമയുടെ. രാധിക അവിടെയാ ജോലി ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞങ്ങൾ കുറച്ചുനാൾ ചെന്നൈയിലായിരുന്നു. ഇന്നലെ വന്നതേ ഉള്ളൂ. എന്താ പറയാൻ വന്നത്? അതിപ്പോ എന്താ? ദേവനാരായണൻ തിരുമേനിയുടെ ഇളയ മകളില്ലേ പ്രിയങ്ക, ആ കുട്ടി മരിച്ചു. അയ്യോ, എങ്ങനെ? ദൂരെ ഒരു സ്ഥലത്ത് കത്തിക്കരിഞ്ഞ് കിടക്കുന്ന നിലയില ബോഡി കണ്ടത്. അയ്യോ, കൊന്നതാ. ആര്? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, അവള് തന്നെ, രാധിക. അതിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവളും പ്രിയങ്കയുടെ ഭർത്താവും കൂടി കൊന്നതാ.